ഹായ് എവരിവൺ, വെൽക്കം ടു ബിന്ദുസ് ഡ്രീം വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം സീനിയർ കെയർ അസിസ്റ്റൻസിനെയും കെയർ അസിസ്റ്റന്റിനെയും പറ്റി വീഡിയോസ് ചെയ്തു. അതുകൂടാണ്ട് ഏതൊക്കെ ഏജൻസികളാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്നും എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടതെന്നും ഉള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്തു. അപ്പൊ ഈ ആൾ എന്നോട് ചോദിച്ചു, ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ പിന്നെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല CV ആണ്. CV എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ UK ടൈപ്പ് CV എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ മോഡലിൽ ഒരു CV തയ്യാറാക്കേണ്ടതുണ്ട്. CV തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു എംപ്ലോയർക്ക് നിങ്ങൾ CV കൊടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏജൻസിക്ക് നിങ്ങളുടെ CV കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ CV-യിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുവാണ് എല്ലാം. ഈ CV കാണുമ്പോഴത്തേക്കും എംപ്ലോയർക്ക് തോന്നണം ഈ കാൻഡിഡേറ്റ് നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, ഇവരുടെ ക്വാളിറ്റീസ് നല്ലതാണ്, സ്കിൽസ് നല്ലതാണ്, അച്ചീവ്മെന്റ്സ് ഗുഡാണ്, ഇവരുടെ എക്സ്പീരിയൻസ് നല്ലതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തോന്നണം, ഈ CV കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കാനായിട്ട് തോന്നണം. അപ്പൊ നിങ്ങളുടെ CV തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കിൽസും നിങ്ങളുടെ എക്സ്പീരിയൻസും ക്വാളിറ്റീസും സ്ട്രെങ്തും അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവർക്ക് എംപ്ലോയർക്ക് നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കാൻ തോന്നിക്കത്തക്ക വിധത്തിൽ വേണം നിങ്ങൾ എഴുതേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ CV-യുടെ കാര്യം പറയുന്നില്ല, നേരത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ CV തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും, അതല്ലാതെ ഏജൻസി വഴിയും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏജൻസി വഴി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതല്ല, നിങ്ങൾ ഡയറക്റ്റ് എംപ്ലോയറെ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഏജൻസിക്ക് കൊടുക്കുന്ന അത്ര പൈസ ആവശ്യം വരുന്നില്ലെങ്കിൽ കൂടെയും കുറച്ച് പൈസ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഞാൻ അതിനെപ്പറ്റി സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സിംഗ് ഹോംസും കമ്പനീസിനെയും പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രീവിയസ് വീഡിയോയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ UK ഗവൺമെന്റിന്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ടയർ 2 സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എംപ്ലോയറുടെ പേരില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടത്തില്ല. ആ എംപ്ലോയേഴ്സിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്തെന്നാൽ കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഒത്തിരി നാളുകൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ കൂടിയാണെങ്കിലും കുറച്ചൊക്കെ ഡിലേ വരുന്നുണ്ട്. കാരണം കോവിഡിന്റെ പ്രോബ്ലം കാരണം ഡിലേ വരുന്നുണ്ട്. പക്ഷെ എംപ്ലോയർ വൺസ് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞെന്നാൽ അവര് സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞെന്നാൽ ചിലപ്പോൾ ചിലർക്ക് വീക്സുകൾ എടുക്കുന്നുണ്ട്, ചിലർക്ക് മന്ത്സുകൾ ടൈം എടുക്കുന്നുണ്ട് അത് പ്രോസസ് ചെയ്ത് കിട്ടാനായിട്ട്. പിന്നെ നിങ്ങൾ ഇന്റർവ്യൂവിന് എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നാട്ടിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇവിടെ എങ്ങനത്തെ രീതിയിലാണ് ആൻസറുകൾ പറയേണ്ടത് എന്നുള്ള ഒരു മോഡൽ നിങ്ങൾ നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇന്റർവ്യൂസിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് ഇരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാനിക് ആവാതെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി CV ഇവർക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ അവർ ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ റൈറ്റ് കാൻഡിഡേറ്റ് ആണെങ്കിലേ അവർ ചൂസ് ചെയ്യുള്ളൂ. അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സ്കിൽസ് എക്സ്പീരിയൻസ് എല്ലാം നിങ്ങളിൽ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അവർ എംപ്ലോയേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ. ഈ എംപ്ലോയർ നിങ്ങളെ സെലക്ട് ചെയ്തതിനു ശേഷം സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യും. സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ അതിലൊരു റെഫറൻസ് നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ആ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടിയതിന് ശേഷമേ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസയ്ക്ക് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് തയ്യാറാക്കുക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് IELTS വേണം, അല്ലെങ്കിൽ UKNARI സർട്ടിഫിക്കറ്റ് വേണം. IELTSന്റെ സ്കോർ എന്ന് പറയുന്നത് സീനിയർ കെയറിനാണെങ്കിലും കെയർ അസിസ്റ്റൻസിനാണെങ്കിലും IELTSന്റെ സ്കോർ വളരെ കുറവാണ് ആവശ്യപ്പെടുന്നത്. 4 അല്ലെങ്കിൽ 4.5 ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ നഴ്സസിന് 7 സ്കോർ ആവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ തന്നെയാണേലും ചില ഏജൻസികൾ കൂടുതൽ സ്കോർ ആവശ്യപ്പെടാറുണ്ട്. ചില ഏജൻസികൾ ഓവറോൾ 6ഉം ഇൻഡിവിജ്വൽ 5.5ഉം ആവശ്യപ്പെടാറുണ്ട്. അത് എംപ്ലോയറെയും ഏജൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. IELTSന് എത്ര സ്കോർ വേണമെന്നുള്ളത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ UK ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് 4 അല്ലെങ്കിൽ 4 ആവശ്യമുള്ളെങ്കിൽ പോലും ഏജൻസികൾ കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പം ഒന്നെങ്കിൽ അങ്ങനെ IELTS എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നാട്ടിൽ ഡിഗ്രിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ ഡിഗ്രി UKയിലെ ഡിഗ്രിക്ക് എന്തിന് ഇക്വലന്റ് ആണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് UKNARIക്ക് വഴി അല്ലെങ്കിൽ എനിക്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് പൈസ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ UKNARI അല്ലെങ്കിൽ എനിക്ക് എന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ ഡോക്യുമെന്റ്സും എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും UK ഡിഗ്രിക്ക് എന്തിന് ഇക്വലന്റ് ആണ് നിങ്ങളുടെ ഡിഗ്രി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം പോലീസ് ക്ലിയറൻസ് നിങ്ങൾ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. പോലീസ് ക്ലിയറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ നാട്ടിലാണ് 10 വർഷമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 10 വർഷത്തെ പോലീസ് ക്ലിയറൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അതല്ല നിങ്ങൾ ദുബായ് അല്ലെങ്കിൽ സൗദി ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ 2 ഇയർ വർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ദുബായ് അല്ലെങ്കിൽ സൗദിയിലെ പോലീസ് ക്ലിയറൻസ് ആവശ്യമായിട്ട് വരാറുണ്ട്. നമ്മുടെ നാട്ടില് പോലീസ് ക്ലിയറൻസും ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ 10 വർഷത്തെ റീസെന്റ് ആയിട്ടുള്ള പോലീസ് ക്ലിയറൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് വാലിഡ് പാസ്പോർട്ടാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. പാസ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും നമുക്ക് ഇന്റർനാഷണലി ട്രാവൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം. അപ്പം വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ മറ്റൊരു കാര്യം ആവശ്യമായിട്ട് വരുന്നത് TB സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും TB സർട്ടിഫിക്കറ്റ് ആയിട്ട് ആവശ്യപ്പെടാറുണ്ട്. നിങ്ങൾ ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ പേരുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാവുന്നതാണ്. അത് നോക്കിയതിന് ശേഷം അവർ പറയും എവിടെയാണ് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടതെന്ന് അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം അവിടെ പോയി നിങ്ങൾ ഈ TB ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യം വിസ ഫീസ് നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഫ്ലൈറ്റ് ചാർജ്. ചിലപ്പോൾ ചില എംപ്ലോയേഴ്സ് ഇതെല്ലാം പേ ചെയ്യാൻ വില്ലിങ് ആവാറുണ്ട്. പക്ഷെ ചില എംപ്ലോയേഴ്സ് നമ്മൾ തന്നെ പേ ചെയ്യാനാണ് ആവശ്യപ്പെടുക. ചിലപ്പോൾ എംപ്ലോയേഴ്സ് പറയാറുണ്ട് അവർ പേ ചെയ്യുവാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷം പെർ മന്ത് സാലറിയിൽ നിന്ന് അവർ കട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് അവർ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഒത്തിരി എളുപ്പമായിരിക്കും. ഇത്രയും എമൗണ്ട് നമ്മൾ പേ ചെയ്യാതെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സാലറിയിൽ നിന്നും മന്ത്ലി കട്ട് ചെയ്യുവാണെങ്കിൽ അത് ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് നമുക്ക് പേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആദ്യമേ തന്നെ നിങ്ങൾ നല്ലൊരു CV തയ്യാറാക്കണം, എംപ്ലോയറെ കണ്ടുപിടിക്കണം, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കിട്ടണം, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയറുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് മേടിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഇന്റർവ്യൂവിന് എങ്ങനെയാണ് അപ്പിയർ ചെയ്യേണ്ടതെന്ന് പഠിക്കുക. IELTS അല്ലെങ്കിൽ UKVI എഴുതുക, അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള UKNARI സർട്ടിഫിക്കറ്റ് വേണ്ടതാണ്. പിന്നെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം. പിന്നെ വേണ്ടി വരുന്നത് പോലീസ് ക്ലിയറൻസ് ആണ്. അത് കൂടാതെ പിന്നെ വേണ്ടി വരുന്നത് TB ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.